പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്ത കുടുംബം ഇന്ന് 6ാം ദിവസമാണ് വീട്ടുവരാന്തയിൽ അന്തിയുറങ്ങുന്നത്. 3 പെൺകുട്ടികളുള്ള കുടുംബത്തിന് പോകാൻ മറ്റൊരിടമില്ല. വായ്പാ തുകയിൽ ഇളവ് നൽകാൻ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കയ്യെത്തും ദൂരത്ത് സ്വന്തം വീടുണ്ട്. പക്ഷേ ഇന്ന് ആ വീട് സ്വന്തമല്ല. ബാങ്ക് ജപ്തി ചെയ്തു പോയി. 6 അംഗ കുടുംബം ഇന്ന് രാത്രി അന്തിയുറങ്ങാൻ പോകുന്നത് ഈ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലാണ്. രാത്രിയിൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നനയും, നമ്മുടെ സാധനങ്ങളെല്ലാം പോകും. പിന്നെ അമ്മച്ചി മാത്രമേ അകത്ത് കിടക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെ അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ തന്നെ കിടക്കുന്നത്. പോരാത്തിന് രാത്രി പട്ടിയും അതും ഇതൊക്കെ വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ആകുമെന്ന് അറിയില്ല. എന്തുവാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ കയറി കിടക്കണം. ഞങ്ങളെ എവിടെ നിന്നെങ്ങും വിടാൻ പറ്റത്തില്ല. ഞാൻ എങ്ങും പോകത്തില്ല. ഞാൻ ഇവിടെ ചത്തു കിടന്നാലും ഞാൻ എങ്ങും പോകുകയില്ല. ഉറങ്ങുന്നില്ല. ഉറങ്ങിയിട്ട് ഒത്തിരി ദിവസമായി. ദേഹം മൊത്തം വേദന. ഈ തറയിൽ കിടന്നിട്ട് തൊണ്ടയും നാക്കും എല്ലാം ഉണങ്ങുകയൊക്കെ ആയിട്ട് വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നതില്ല. ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞാൻ എങ്ങും പോകത്തില്ല. ഇതിൽ തന്നെ എനിക്ക് കിടക്കണം. എൻ്റെ മോന് വയ്യാത്ത കൊണ്ട് അവന് ഗർഭിണിയായില്ലേ. ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ദിവസമായിരുന്നു. പൈസയ്ക്ക് നിവൃത്തിയില്ലാഞ്ഞുകൊണ്ട് പോയില്ല. കിടക്കുന്ന ചത്തു പോയാൽ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. എന്തെങ്കിലും സഹായം ചെയ്യണം. ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി കിടക്കണം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു മാർഗവും ഇല്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത് റോഡ് സൈഡാണ്. നമുക്ക് വളരെയധികം ആശങ്കയുണ്ട്. പ്രായപൂർത്തിയായ മക്കളെയും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് വളരെയധികം സങ്കടകരമായൊരവസ്ഥയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ഒരു എന്നാ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. മക്കൾ 3 പേര്, ഭാര്യ, അമ്മ. ഞാൻ എവിടെ കൊണ്ടുപോകും എന്നൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് ഒരു ബോധ്യമായിട്ട് കിട്ടുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.